അപ്പോൾ ഇന്ന് വൈകുന്നേരത്തെ പരിപാടി ട്രിവാൻഡ്രത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ടൈറ്റാനിക് എക്സിബിഷൻ്റെ രാത്രികാല വിശേഷങ്ങൾ നമ്മൾ കാണാൻ പോകും. ഇവിടെ ഫുള്ള് ലൈറ്റും പരിപാടിയൊക്കെയാണ്. ഈ ലൈറ്റൊക്കെ കണ്ടേക്കൊണ്ടാണ് ഞാൻ ഇങ്ങോട്ട് കയറിയിട്ടുള്ളത് കേട്ടോ. ഇതിനകത്ത് എൻട്രിക്ക് 100 രൂപ കൊടുക്കേണ്ടി വരും. ഈ ടൈറ്റാനിക് എക്സിബിഷൻ നടന്നുകൊണ്ടിരുന്നത് നമ്മുടെ ലുലു മാളിൻ്റെ തൊട്ടടുത്തായിട്ടാണ്. ടൈറ്റാനിക് കപ്പലിൻ്റെ അകത്ത് കയറിയ പോലുള്ള കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. നമ്മളതാണ് ഇനി ഓരോന്നായിട്ട് കാണാൻ പോകുന്നത്. ടൈറ്റാനിക് എന്ന് പറയുമ്പോൾ നമുക്ക് ആദ്യം ഓർമ്മ വരുന്നത് ടൈറ്റാനിക് ഇംഗ്ലീഷ് മൂവിയാണ്. അതാണ് നമ്മളുടെയൊക്കെ സങ്കല്പത്തിലുള്ള ടൈറ്റാനിക് എന്ന് പറയുന്ന ഒരു സംഭവം. അപ്പോൾ ആ മൂവിയിൽ കണ്ട കുറേയേറെ കാഴ്ചകളുണ്ടല്ലോ, അതായത് ടൈറ്റാനിക്കിൻ്റെ ഉള്ളിൽ എങ്ങനെയാണ് ഇരിക്കുന്നത് എന്നൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ ആ മൂവിയിലെ കാര്യങ്ങളായിരിക്കും നമുക്ക് ഓർമ്മ വരുന്നത്. അപ്പോൾ അതുപോലുള്ളൊരു സംഭവമാണ് ഇവിടെ ഒരുക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളാണ് നമ്മളിനി കാണാനായിട്ട് പോകുന്നത്. നമുക്ക് ഓരോന്നായിട്ട് കാണാം. ടൈറ്റാനിക് മൂവിയിൽ അഭിനയിച്ചിട്ടുള്ള നടീനടന്മാരെ നമ്മൾ ഒരിക്കലും മറക്കത്തില്ല. അത്രത്തോളം നമ്മളെ മനസ്സിൽ ആഴത്തിൽ പതിഞ്ഞ മുഖങ്ങളാണ്. അപ്പോൾ അവരെല്ലാവരും ഇതിനകത്തുണ്ട്. ഏതൊക്കെ രീതിയിലാണ് ഇത് അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എന്നുള്ളത് നേരിട്ട് കണ്ടാൽ മാത്രമേ മനസ്സിലാക്കാൻ പറ്റൂ. എന്തായാലും ഇങ്ങനൊരു അവസരം കിട്ടുമ്പോൾ ഇതൊക്കെ നമ്മൾ മാക്സിമം കണ്ടിരിക്കണം. ഇതുപോലുള്ള പരിപാടികൾ വ്യത്യസ്തത പുലർത്തുന്നതാണ്, എന്നും നമുക്ക് കിട്ടുന്നതുമല്ല. അപ്പോൾ അതിനെ കൊണ്ടൊക്കെയാണ് ഞാൻ ഈ പ്രോഗ്രാം കാണാനായിട്ട് വന്നിട്ടുള്ളത്. ഇതിനകത്ത് നിൽക്കുമ്പോഴേ ശരിക്കും ഒരു കപ്പലിനകത്ത് നിൽക്കുന്ന അതേ ഫീലാണ് കേട്ടോ. ടൈറ്റാനിക് മൂവിയിൽ കപ്പൽ മുങ്ങാൻ പോകുന്ന സമയത്ത് വെള്ളം നിറഞ്ഞൊഴുകുന്ന ഒരു ഹാളുണ്ട്. അപ്പോൾ ആ ഹാളിലേക്കാണ് നമ്മൾ ഇനി പോകാനായിട്ട് പോകുന്നത്. ആ ഒരു ഹാളും അതൊക്കെ അതേ കണക്ക് തന്നെ ഉണ്ടാക്കിയിരിക്കുകയാണ് കേട്ടോ. ശരിക്കും ആ ഒരു കപ്പലിനകത്തൂടെ നമ്മൾ നടക്കുന്നത് പോലുള്ള ഫീലാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്.
ടൈറ്റാനിക് മൂവിയിലെ ജാക്കിനെയും റോസിനെയും ആ മൂവി കണ്ടിട്ടുള്ളവർ ആരും തന്നെ മറക്കത്തില്ല. അത്രയ്ക്കും പ്രണയത്തിൻ്റെ അങ്ങേ അറ്റത്തെ സംഭവങ്ങളിലൂടെയൊക്കെയാണ് ആ ഒരു സിനിമയിൽ അവർ നമ്മളെ കൊണ്ടുപോയിട്ടുള്ളത്. അപ്പോൾ ആ കഥാപാത്രം എങ്ങനെ ഉണ്ടായി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ടൈറ്റാനിക് എന്ന് പറയുന്ന ഒറിജിനൽ കപ്പൽ മുങ്ങുന്ന സമയത്ത് അതിൽ 2 സ്നേഹനിധികളായ മനുഷ്യരുണ്ടായിരുന്നു. ഐഡയും ഇസഡോറും എന്നായിരുന്നു അവരുടെ പേര്. അവർ വിവാഹം കഴിച്ചിട്ട് 41 വർഷങ്ങളായിരുന്നു ആ ഒരു കപ്പൽ മുങ്ങുന്ന സമയത്ത്. അപ്പോൾ അവർ 2 പേരും ആ ഒരു കപ്പലിൽ തന്നെ ജീവത്യാഗം ചെയ്തു എന്ന് തന്നെ പറയേണ്ടി വരും. 2 പേരും രക്ഷപ്പെടാൻ നോക്കിയില്ല. അവർ പരസ്പരം മറ്റുള്ളവരെ സഹായിക്കുകയായിരുന്നു. ആ ഒരു സമയത്ത് പലരും അവരെ നിർബന്ധിച്ചെങ്കിലും അവർ 2 പേരും ഒരുമിച്ച് മരിക്കാൻ തയ്യാറായിരിക്കുകയായിരുന്നു. ആ ഒരു സംഭവത്തിൽ നിന്നുമാണ് നമ്മൾ ഇന്ന് കാണുന്ന ജാക്കും റോസും ഒക്കെ ഉണ്ടായത്. ജെയിംസ് കാമറൂൺ കഥയും തിരക്കഥയും സംവിധാനവും നിർവഹിച്ച് 1997 RMC ടൈറ്റാനിക് എന്ന ദുരന്ത കപ്പലിൻ്റെ ചരിത്രം ആസ്പദമാക്കി എടുത്ത ചിത്രമാണ് ടൈറ്റാനിക് എന്ന് നമ്മൾ ഇപ്പോൾ കാണുന്ന സിനിമ. ടൈറ്റാനിക് എന്ന കപ്പലിനെ കുറിച്ച് പറയുമ്പോൾ 1912 ഏപ്രിൽ 15 RMS ടൈറ്റാനിക് എന്നു പേരുള്ള ഈ കപ്പൽ ഇംഗ്ലണ്ടിൽ നിന്നും ന്യൂയോർക്കിലേക്കാണ് പുറപ്പെട്ടത്. അന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ കപ്പലായിരുന്നു ഈ ടൈറ്റാനിക്. അന്ന് ഏകദേശം 2224 പാസഞ്ചേഴ്സുമായാണ് യാത്ര തിരിച്ചത്. ഒരിക്കലും തകർക്കാനാവാത്ത കപ്പൽ എന്നൊക്കെയായിരുന്നു അന്ന് ആളുകൾ ഈ കപ്പലിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്നത്. ഏപ്രിൽ 15, 1912 രാത്രി 11 മണിക്ക് ശേഷം കപ്പലിൻ്റെ അടിഭാഗം വലിയൊരു ഐസ് പാളിയിൽ ഇടിക്കുകയും വെള്ളം കയറാനും തുടങ്ങി. വലിയ ഐസ് പാളിയിൽ ഇടിച്ച് മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്നും വളരെ തുച്ഛമായ ആൾക്കാർ മാത്രമാണ് അന്ന് രക്ഷപ്പെട്ടത്. ബാക്കി വരുന്ന 1500 മുകളിൽ വരുന്ന ആൾക്കാരൊക്കെ ഈ കപ്പലിനോടൊപ്പം തന്നെ കടലിലേക്ക് മുങ്ങുകയായിരുന്നു. അത്രയ്ക്കും വലിയൊരു അപകടം തന്നെയായിരുന്നു അന്ന് നടന്നത്. ടൈറ്റാനിക്കിൻ്റെ വിശേഷങ്ങളൊക്കെ കണ്ടിട്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് നമുക്ക് വേണ്ടി കുറേ റൈഡുകളൊക്കെ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഇതിനൊക്കെ സെപ്പറേറ്റ് പൈസയും കാര്യങ്ങളൊക്കെയാണ്. താല്പര്യമുള്ളവർക്ക് ഇതിനകത്ത് കയറാം. നല്ല മഴ സമയം കൂടിയാണ്. മഴയൊക്കെ നനഞ്ഞുകൊണ്ട് ഈ ഒരു റൈഡിലൊക്കെ പോകാമെന്ന് പറഞ്ഞാൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ഒരുപാട് പേരൊന്നും ഇല്ല കേട്ടോ. മഴയൊക്കെ അതിനെ കൊണ്ടാണെന്ന് തോന്നുന്നു ആൾക്കാരൊക്കെ വളരെ കുറവായിരുന്നു.
അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. പുതിയൊരു വീഡിയോയുമായിട്ട് ഉടനെ കാണാം. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.